മാത്രമല്ല തനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് താൻ കാരണം ജീവൻ നശിച്ച കാവ്യ മാധവനെ തന്നെ സെലക്ട് ചെയ്തത്. കാവ്യ വിവാഹം കഴിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്നാൽ അറിയാതെ താൻ കാരണം ബലിയാടായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് തനിക്ക് തോന്നി. തൻ്റെ മകളെ അടുത്തറിയാൻ അവളുടെ സുഹൃത്തുക്കളോട് അധ്യാപകരോട് ചോദിച്ചു നോക്കും. അവൾക്ക് ഇതിൽ താല്പര്യമായിരുന്നു. അക്കാര്യത്തിൽ തനിക്ക് മകളോട് വലിയ ബഹുമാനവുമുണ്ട്. എന്നാൽ വിവാഹകാര്യം കാവ്യയുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ കാവ്യയുടെ അമ്മയ്ക്ക് സമ്മതമായിരുന്നില്ല. ഒന്നാമത് ദിലീപിൻ്റെ ജീവിതം പോയത് കാവ്യ കാരണമാണെന്നാണ് സംസാരമുണ്ട്. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് കാവ്യയുടെ അമ്മ പറഞ്ഞു. എന്നാൽ തൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ മുൻകൈ എടുത്തതോടെ മനസ്സോടെയാണ് കാവ്യയുടെ അമ്മ സമ്മതിച്ചത്. കാവ്യ ഒരിക്കലും മീനുകുട്ടിയുടെ അമ്മയായിട്ടല്ല താൻ വിവാഹം കഴിച്ചത്, മറിച്ച് ഒരു സുഹൃത്തായിട്ടാണ്. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ടാണ് വീട്ടിലുള്ളതെന്നും ദിലീപ് പറഞ്ഞു. എല്ലാവരും പറയുന്നത് പോലെ രജിസ്റ്റർ മാരേജ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ താൻ അതിന് തയ്യാറായിരുന്നില്ല. താൻ ഓടിപ്പോയി വിവാഹം കഴിച്ചു എന്നാകും. 2-3 ദിവസങ്ങൾ കൊണ്ടാണ് കല്യാണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തിയത്. മുമ്പൊക്കെയോട് കാര്യങ്ങൾ പറഞ്ഞു. രാവിലെയാണ് മിക്ക സുഹൃത്തുക്കളെയും ചാനലുകാരെയും വിവരങ്ങൾ അറിയിച്ചതെന്നും മാധ്യമങ്ങളെ അറിയിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നും ദിലീപ് പറഞ്ഞു. ചില മഞ്ഞപ്പത്രക്കാരും പെല്ലിശ്ശേരിയും ഒക്കെ ഇപ്പോഴും തൻ്റെ വീട്ടിലാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് അവരുടെ പണി. മീനുകുട്ടിയും കാവ്യയും തമ്മിൽ മുട്ട മഴക്കാണെന്ന് ചിലർ പറഞ്ഞു പരത്തുന്നത്. എന്നാൽ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി തൻ്റെ കുടുംബത്തുണ്ട്. പ്ലീസ് താൻ ജീവിച്ചു പോയിക്കോട്ടെ. ആദ്യത്തേത് പറഞ്ഞു ഒഴിവാക്കി. ഇതും അങ്ങനെയാക്കരുത്. ഇനിയൊന്നും താങ്ങാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ.